ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കറിയാം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അണ്ടറിൽ ഒരു സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽ സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തൃശ്ശൂർ കോർപ്പറേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ അതായത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കേസാണ്. നമ്മൾ എപ്പോഴാണോ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കുന്നത് ആ ഒരു ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സിലബസ് അല്ലെ, ഒരു സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക കേരള PSC. പക്ഷെ നമുക്ക് അത്രയും ടൈം വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ തൃശ്ശൂർ കോർപ്പറേഷൻ വിങ്ങിൻ്റെ അണ്ടറിൽ നടന്ന എക്സാമിൻ്റെ ഒരു സിലബസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നൊരു കേസാണ്. ഈ ഒരു എക്സാം ബോത്ത്, അതായത് ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് BTech ഇലക്ട്രിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പോസ്റ്റാണ്. നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നൊരു കേസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് പ്രീവിയസ് ഇയറിൽ ഇതിൻ്റെ തൃശ്ശൂർ കോർപ്പറേഷൻ വിങ്ങിൻ്റെ അണ്ടറിൽ സബ് എഞ്ചിനീയർ നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ സിലബസ് ഡിസ്കഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താണ് നോക്കി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഫസ്റ്റ് പാർട്ടിൽ അവർ തന്നിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടും ഉണ്ട്, അതായത് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടിൽ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഫസ്റ്റ് കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അറിയാവുന്നതാണ്, അതായത് ഇലക്ട്രിക്കൽ കറൻറ്റ് എന്താണ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്. നമ്മളൊരു ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്താണ് വോൾട്ടേജും കറൻറ്റും റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കാണ് ആ ഒരു മൊഡ്യൂളിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കറൻറ്റ് എന്താണ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അതിൻ്റെ യൂണിറ്റ്സുകൾ, വോൾട്ടേജിൻ്റെയും കറൻറ്റിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയൊക്കെ യൂണിറ്റ്, അതുപോലെ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, അതായത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ആ ഒരു റിലേറ്റഡ് ആയിട്ട് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ എന്താണ് റെസിസ്റ്റൻസിലെ കണ്ടക്റ്റൻസ്, അതുപോലെ കണ്ടക്ടിവിറ്റി, അതിൻ്റെയൊക്കെ യൂണിറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. പിന്നെ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC സർക്യൂട്ട്സ് റിലേറ്റഡ് ആണ്. DC സർക്യൂട്ടിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഓംസ് ലോ, അതുപോലെ സീരീസ് പാരലൽ കണക്ഷൻ, പിന്നെ നെറ്റ്വർക്ക് തിയറംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു എക്സാമിന് മാത്രമല്ല നമ്മളുടെ AE റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്, അറിയാലോ. അപ്പോൾ DC സർക്യൂട്ട്സിൽ ഓംസ് ലോ, അതുപോലെ സീരീസ് പാരലൽ സീരീസ് പാരലൽ സർക്യൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ നെറ്റ്വർക്ക് തിയറത്തിൽ മെയിനായിട്ട് KCL KVL അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ എന്താ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ ഏതാണ് കിർച്ചോഫ് കറന്റ് ലോ റിലേറ്റഡ് ആയിട്ട് വരുന്നത്, വോൾട്ടേജ് ലോ റിലേറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. പിന്നെ സൂപ്പർ പൊസിഷൻ തിയറം, തെവിനിൻസ് തിയറം, നോർട്ടോൺസ് തിയറം, ഇലക്ട്രിക്കൽ പവർ ആൻഡ് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്, അതിൻ്റെ യൂണിറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തത് എന്താ അവിടെ തന്നിട്ടുള്ളത്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും ജൂൾസ് ലോ ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതലായി ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടത്. അതാണ് എന്താണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് എന്ന ഏരിയയിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ട ഏരിയാസ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റിസത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് കൊളംബ്സ് ലോ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിക്കുന്നതാണ് അല്ലെ, പഠിച്ചിട്ടുണ്ടാവും. ബേസിക് ആയിട്ട്, അതായത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. +1 +2 നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളാണ് കൂടുതലായിട്ട് അവിടെ കാണുന്നത്. പിന്നെ കുറച്ച് പാരാമീറ്റേഴ്സ്, അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് എന്താണ്, ഫീൽഡ് സ്ട്രെങ്ത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി, ഇതിൻ്റെയൊക്കെ യൂണിറ്റുകൾ, അതുപോലെ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഓഫ് എ ചാർജ്ഡ് സ്പിയറിൽ എങ്ങനെയാണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ എങ്ങനെയാണ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആൻഡ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് പോലുള്ള കാര്യങ്ങൾ. പിന്നെ കപ്പാസിറ്റർ,
കപ്പാസിറ്ററും അതുപോലെ കപ്പാസിറ്റൻസും പറയുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ഓഫ് എൻ ഐസൊലേറ്റഡ് സ്പിയറിൽ എങ്ങനെയാണ് കപ്പാസിറ്ററിൻ്റെ, അതുപോലെ സ്പെരിക്കൽ കപ്പാസിറ്റർ ആൻഡ് പാരലൽ പ്ലേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമുക്ക് ഈ ഒരു സിലബസിൽ കാണുന്നുണ്ട് അല്ലേ. നോക്കിയാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, വേരിയബിൾ കപ്പാസിറ്റർ, പിന്നെ കപ്പാസിറ്റൻസ് ഇൻ സീരീസ്, കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ്, അതുപോലെ പാരലായി കണക്ട് ചെയ്യുമ്പോൾ എനർജി, അതായത് കപ്പാസിറ്റർ എന്നൊരു ടോപ്പിക് ഫുൾ അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, പ്രൈമറി, അതായത് സെൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ബാറ്ററീസ് ആൻഡ് സെൽ എന്ന് പഠിച്ചിട്ടില്ലേ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ്, അതുപോലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ, നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി സെല്ലിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ അതായത് തിയറി പോർഷൻസ് ആണ് അതിൽ കൂടുതലായിട്ടും വരുന്നത്. നോക്കിയാൽ കമ്പാരിസൺ ഓഫ് ലെഡ് ആസിഡ് ആൻഡ് ആൽക്കലൈൻ സെല്ലും ലെഡ് ആസിഡ് സെല്ലും തമ്മിലൊരു കമ്പാരിസൺ, പിന്നെ ചാർജിങ് മെത്തേഡ്സ്, അത് റിലേറ്റഡ് ആയിട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ്, അതായത് ആംപിയർ അവർ, വാട്ട് അവർ എഫിഷ്യൻസീസ്, പിന്നെ ഗാൽവനൈസിങ് ആൻഡ് അനോഡൈസിങ്, എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക് ആൻഡ് അലുമിനിയം, ഫീൽഡ് അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ്. അതായത് കൂടുതലും ആ ഒരു ഭാഗം തിയറി പോർഷൻസ് ആണ്. നമ്മൾ സെൽസ് ആൻഡ് ബാറ്ററീസ് പഠിക്കുന്ന കാര്യങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്ത് പോകേണ്ടത് കേട്ടോ. പിന്നെ വരുന്നത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി വീണ്ടും നമ്മളുടെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലേക്ക് വന്നു അല്ലേ. അതിനകത്ത് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റൈസിങ് ഫോഴ്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്, BH കർവ്, മെത്തേഡ്സ് ഓഫ് മാഗ്നറ്റൈസേഷൻ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നില്ല, ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അതായത് പാരാ, ഡയാ, ഫെറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നന്നായി നോട്ട് ചെയ്ത് പോവേണ്ടതാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, force on current carrying of a magnetic field, അതായത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ ലോങ് സോളിനോയിഡിലൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അതായത് എല്ലാ മാഗ്നറ്റൈസിൻ്റെ എല്ലാ ഏരിയയും നമ്മളവിടെ കവർ ചെയ്ത് പോകുകയാണ്. പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് വരുന്നുണ്ട്. എഗെയിൻ നോക്കിയേ, ഓരോ ടേംസുകളും അതിൻ്റെ യൂണിറ്റും എപ്പോഴും പ്രീവിയസ് ഇയറിൽ PSC ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് MMF എന്താണ്, അതിൻ്റെ യൂണിറ്റ്, അതുപോലെ റിലക്റ്റൻസ്, ആംപിയർ ടേൺസ്, പെർമിയൻസ്, റിലക്റ്റിവിറ്റി, അതായത് പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ മാഗ്നറ്റിക് ടേംസും ഇലക്ട്രിക്കൽ ടേംസും തമ്മിലുള്ളൊരു കമ്പാരിസൺ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഈ ഒരു ഏരിയ അതായത് മാഗ്നറ്റിക് സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് എല്ലാ എക്സാംസിനും. അപ്പോൾ നിങ്ങൾ ITI ലെവൽ എക്സാം എടുത്തോട്ടെ, അതുപോലെ ഇലക്ട്രീഷ്യൻ ലെവൽ എക്സാം എഴുതുകയാണെങ്കിലും ഈ ഒരു ഏരിയ മാഗ്നറ്റിക് സർക്യൂട്ട്സിൻ്റെ ഈ ഒരു ഏരിയ നിങ്ങൾ കമ്പൽസറി ആയി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താണ് അതിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ഏത് രീതിയിലാണ് ഏത് പാറ്റേണിലാണ് വരുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അതായത് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു AE ലെവൽ എക്സാം എടുത്തോട്ടെ, അതിനകത്തും റിലക്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി പഠിച്ചു പോകുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. ഓക്കെ, ഇനി വരുന്നത് നോക്കിയേ AC ഫണ്ടമെൻ്റൽ അല്ലേ. ഇതിനകത്ത് മാർക്കൊന്നും അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത്ര മാർക്ക് ഇപ്പോഴത്തെ എക്സാം പാറ്റേൺസിലൊക്കെ നമുക്ക് എന്താണ് മാർക്കുകൾ, അതായത് ഈ ഒരു മൊഡ്യൂളിന് ഇത്ര മാർക്ക് പറഞ്ഞിട്ടൊക്കെ നമുക്ക് തരാറുണ്ട്. പക്ഷേ ഇതെന്താണ് കോമൺ ആയിട്ട് എല്ലാം കൂടി ആയിട്ടാണ് അവർ ഈ ഒരു പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ളതിൽ തന്നിട്ടുള്ളത് കേട്ടോ സിലബസിൽ. പിന്നെ AC ഫണ്ടമെൻ്റൽ വരുന്നുണ്ട്. AC ഫണ്ടമെൻ്റലും നമുക്ക് എല്ലാ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, അതുപോലെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള വേവ് ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകൾ അല്ലേ. അതായത് ഒരു സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈക്കിൾ എന്താണ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്, ആവറേജ് വാല്യൂ, RMS വാല്യൂ, ഇതെല്ലാം നമ്മൾ പഠിച്ചു തന്നെ പോകണം എല്ലാ എക്സാമിനും അല്ലേ. RMS വാല്യൂവിൻ്റെ അതായത് ഫോം ഫാക്ടറിൻ്റെ വാല്യൂ എന്താണ്, പീക്ക് ഫാക്ടറിൻ്റെ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നന്നായി അത് ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും നോക്കണ്ട. അതായത് അതിൻ്റെ വാല്യൂസുകൾ നമ്മൾ എന്തായാലും പഠിച്ചു പോകേണ്ടതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത നോക്കിയാൽ AC ത്രൂ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിൽ, ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ, അതുപോലെ കപ്പാസിറ്റീവ് സർക്യൂട്ടിലൊക്കെ ഏത് രീതിയിലാണ്. പിന്നെ പവർ ഫാക്ടർ ഓഫ് പ്യുവർ റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്, സിംഗിൾ ഫേസ് സർക്യൂട്ട് പറയുന്നുണ്ട്. ആക്റ്റീവ്, റിയാക്റ്റീവ് പവറിൽ നമ്മൾ പഠിക്കുന്നില്ല, ആക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ, അതുപോലെ റിയാക്റ്റീവ് പവർ എന്താണ്, റെസണൻസ്, RLC സർക്യൂട്ടിലെ റെസണൻസ് എന്നൊക്കെ പ്രോബ്ലംസ്, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്ത് പോകുക. അതായത് സബ് എഞ്ചിനീയർ ആയതുകൊണ്ട് നമുക്ക് എന്താണ് അത്രയും ഹൈ ലെവൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, പക്ഷേ എന്താണെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അടുത്തത് നോക്കിയേ ജനറേഷൻ ഓഫ് പോളിഫേസ് വോൾട്ടേജ്, അതുപോലെ
ഫേസ് സീക്വൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, പിന്നെ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ എങ്ങനെയാണ്, ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ, ബാലൻസ്ഡ് സിസ്റ്റം, അതുപോലെ തന്നെ അൺബാലൻസ്ഡ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്ത് പോവേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എന്തിൽ വരുന്നത്, ഇത് AC ഫണ്ടമെൻ്റൽ എന്നൊരു ടോപ്പിക്കിൽ വരുന്നത്. വളരെ എളുപ്പമാണ്, കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന കേസുകളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം എക്സാംസിന് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ബേസിക് ആയിട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഡിസൈൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. ഇതൊരു തിയറിറ്റിക്കൽ പോർഷനാണ് കേട്ടോ കൂടുതലായിട്ടും. അതായത് നമ്മളെ ഇലുമിനേഷൻ, വയറിങ്, അതുപോലെ അങ്ങനെയുള്ള കേസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പുകൾ, അതായത് പക്ക തിയറി പോർഷൻസ് എന്നു പറയാം. പക്ഷേ ഇതൊന്നും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഇലുമിനേഷൻ ലെവൽ, ലോസ് ഓഫ് ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടത്. അപ്പോൾ ഡൊമസ്റ്റിക് വയറിംഗ് ആണ് ആദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ വയറിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയറിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ക്ലീറ്റ് വയറിംഗ്, കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ്. അപ്പോൾ ആ ഒരു ഡയഗ്രാമും ലേഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. അതായത് നോക്കിയാൽ എസെൻഷ്യൽ എലമെന്റ്, അതുപോലെ കാൽക്കുലേഷൻ ഓഫ് കണ്ടക്ടർ സൈസ്, കറന്റ് റേറ്റിംഗ് ഓഫ് കോപ്പർ ആൻഡ് അലുമിനിയം കേബിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ കേബിളുടെ ആ ഒരു സ്ട്രക്ചറും ജസ്റ്റ് അത് നോട്ട് ചെയ്ത് പോയാൽ മതി. പിന്നെ വയറിംഗ് ആക്സസറീസിൽ വരുന്നത് അതിൻ്റെ ലേഔട്ടും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയറിംഗ് ഡയഗ്രാം, എസ്റ്റിമേഷൻ ഓഫ് ഹൗസ്, ഓഫീസ് ബിൽഡിംഗ്, സ്കൂൾ, സിനിമ തിയേറ്ററിലൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോട്ട് ചെയ്ത് പോവേണ്ടത്. പിന്നെ വരുന്നത് നമ്മുടെ ഇലുമിനേഷൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ലൈറ്റ്, ലോസ് ഓഫ് ഇലുമിനേഷൻ, 2 ലോസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതായത് കൊസൈൻ ലോ, അങ്ങനെയുള്ള ലോസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്നിങ് സ്കീം, ഡയറക്റ്റ് ലൈറ്റ്നിങ്, ഇൻഡയറക്റ്റ് ലൈറ്റ്നിങ്, അതുപോലെയുള്ള ലൈറ്റ്നിങ് സ്കീമുകൾ നമ്മൾ നോക്കണം. പിന്നെ എന്താ വരുന്നത്, ടേംസുകൾ, അതായത് സ്പേസ് ഹൈറ്റ് റേഷ്യോ, യൂട്ടിലൈസേഷൻ ഫാക്ടർ, അതൊക്കെ ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകളാണ്. അതുപോലെ ഡിപ്രീസിയേഷൻ ഫാക്ടർ, മെയിൻ്റനൻസ് ഫാക്ടർ, അതൊക്കെ വെച്ചിട്ട് എന്താണ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ റൂമിൻ്റെ ഓരോ കാര്യങ്ങൾ തന്നിട്ട് അതിൻ്റെയൊക്കെ ഡിപ്രീസിയേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുമോ, യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്താണെന്ന് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ എന്താ തന്നിട്ടുള്ളത്, ടൈപ്സ് ഓഫ് ലാമ്പുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഓരോ ലാമ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിയറി പാർട്ടാണ്. പക്ഷേ എന്താണ് നന്നായി പഠിക്കണം. അതായത് ഇൻകാൻഡിസെന്റ് ലാമ്പ്, ഗ്യാസ് ഫിൽഡ് ലാമ്പ്, അതുപോലെ ഹാലജൻ ലാമ്പ്, CFL, അതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻസ് കൂടി നോക്കണം. ഇതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് പോർഷൻസിലാണ് നമ്മൾ കൂടുതലായി കോൺസെൻട്രേറ്റ് പഠിക്കേണ്ടത് എന്നതൊക്കെ നോട്ട് ചെയ്യുക. ചിലപ്പോൾ അപ്ലിക്കേഷൻ ലെവലായിരിക്കുമ്പോൾ സ്റ്റേഡിയത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ലാമ്പാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി പഠിക്കുക. തിയറി പോർഷൻസ് ആണ് കൂടുതലും, ആ ഭാഗത്തുനിന്ന് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവന്ന് കാണാറുള്ളത്. അപ്പം നന്നായി പഠിക്കുക ഓരോ പോർഷൻസും. അതായത് ഫ്ലൂറസെന്റ് ലാമ്പ് ആണെങ്കിലും സോഡിയം വേപ്പർ ലാമ്പ് ആണെങ്കിലും അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും നന്നായി പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. അതിൽ തന്നെ എന്താണ് അടുത്തത് വരുന്നത്, നമ്മളുടെ എർത്തിങ് വരുന്നുണ്ട് അല്ലേ. അതായത് കുറച്ച് റൂൾസുകൾ, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് തിയറി പോർഷൻസ് ആണ്. പിന്നെ കേബിൾ, ടൈപ്സ് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ, ഓവർ ഹെഡ് ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇതിനകത്ത് തന്നെ നോക്കി നമ്മുടെ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അതായത് എക്സ്റ്റൻഷൻ ഓഫ് ഓവർ ഹെഡ് ലൈൻസ് എന്നാണ്, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ഫോർ എക്സ്റ്റെൻഡഡ് സിംഗിൾ ഫേസ് ലോ ടെൻസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓവർ ഹെഡ് ലൈൻ, സ്ട്രീറ്റ് ലൈറ്റ് യൂസിങ് ഓവർ ഹെഡ് ലൈൻസ്, അണ്ടർഗ്രൗണ്ട് കേബിൾ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ഓഫ് 11 kV ഓവർ ഹെഡ് ലൈൻ എക്സ്റ്റൻഷൻസ് കാര്യങ്ങൾ. അതായത് നമ്മൾ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അതായത് നോക്കി സബ്സ്റ്റേഷൻസ് വരുന്നുണ്ട്, IE റൂൾ അല്ലെ, IE റൂൾ റിഗാർഡിംഗ് സ്പേസ് ഓഫ് കണ്ടക്ടർ, ഡിസ്റ്റൻസ് ഫ്രം ബിൽഡിംഗ്, എത്ര ഡിസ്റ്റൻസ് ആണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. പിന്നെ നോക്കിയേ പോൾ ലെങ്ത്, അതായത് 4 പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ, പോൾ ലെങ്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റേഷൻസുകളാണ് അതിനകത്ത് അണ്ടറിൽ വരുന്നത്. അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ച് തന്നെ പോകേണ്ടതാണ്. പിന്നെ നോക്കിയേ ഡിഫൈൻ ഇൻസ്റ്റാളേഷൻ സ്കീം ഓഫ് 2 ലാർജ് ഇൻഡസ്ട്രി, അതായത് ബാക്കപ്പ് ഫ്യൂസുകൾ റിലേറ്റഡ് ആയിട്ട് MCBs ഒക്കെ പഠിക്കണം. അതൊക്കെ തിയറിയാണ് കേട്ടോ. അതായത് ഡിസൈൻ ഓഫ് റേറ്റിംഗ് ഓഫ് ബാക്കപ്പ് ഫ്യൂസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ MCB, കേബിൾ, കപ്പാസിറ്റർ, ബാങ്ക്, അതൊക്കെ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസിൽ വരുന്ന കേസുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ കൂടി എന്താണ് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ടോപ്പിക്സ് വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും ചെറിയ പോയിന്റുകളിൽ നിന്നാണ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ പോയിന്റുകളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക.
പിന്നെ അടുത്തത് നോക്കിയാൽ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. ഇതും എന്ത് തന്നെയാണ്, തിയറി പോർഷൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളെ മോസ്റ്റ്ലി എന്താണ് ഈ പ്രോബ്ലമാറ്റിക് ഏരിയയിൽ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മുടെ തിയറം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നോക്കിയാൽ ബാക്കിയൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് തിയറിറ്റിക്കൽ പോർഷൻസ് തന്നെയായിട്ടാണ് വരുന്നത് അല്ലേ. ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്താണ്, വെൽഡിംഗ് എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആൻഡ് വെൽഡിംഗ്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെറ്റീരിയൽ, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ആൻഡ് ഹീറ്റിംഗ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോക്കിയാൽ ഇൻഡക്ഷൻ ഹീറ്റിംഗ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൽ ഡയറക്റ്റ് ഹീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഹീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. അതുപോലെ ഇലക്ട്രിക്കൽ വെൽഡിങ്ങിൻ്റെ കേസ് ഡിഫറെൻറ്റ് അതിൻ്റെ ടൈപ്സ്, അതുപോലെ റെസിസ്റ്റൻസ് വെൽഡിംഗ്, സ്പോട്ട് വെൽഡിംഗ്, പ്രീ വെൽഡിംഗ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ്ങിൻ്റെ നോക്കാറുണ്ട്. അപ്പോൾ ഹീറ്റിങ്ങും വെൽഡിങ്ങും നമ്മൾ നന്നായി നോട്ട് ചെയ്ത് പഠിച്ച് തന്നെ പോകണം. ഈ ഒരു പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എക്സാമിനും അത് യൂസ്ഫുള്ളാണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നമ്മുടെ സബ് എഞ്ചിനീയറും വരുന്നുണ്ടല്ലേ, അടുത്തത് മെയിനായി വിളിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ്ഫുള്ളായിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഇൻ ഇൻഡസ്ട്രീസ് എന്ന ആ ഒരു ടോപ്പിക്കാണ്. അതിൽ ഇലക്ട്രിക്കൽ മോട്ടറിൻ്റെ മെക്കാനിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫ്രെയിം സൈസുകൾ, അതുപോലെ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് എന്താണ്, ഇലക്ട്രിക്കൽ ട്രാക്ഷൻ എന്താണ്, ട്രാക്ഷൻ മോട്ടോഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ കവർ ചെയ്ത് പഠിച്ചു പോകേണ്ടതാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്, അതുപോലെ അതിൻ്റെ ഗ്രൂപ്പ്, അതുപോലെ ഇൻഡിവിജ്വൽ ആൻഡ് മൾട്ടി മോട്ടോർ ഡ്രൈവ്സ് എങ്ങനെയാണ്, ട്രാക്ഷൻ എടുക്കുമ്പോൾ സിസ്റ്റം ഓഫ് ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ഏതാണ്, അതായത് ഡയറക്റ്റ് ഇലക്ട്രിക്കൽ ട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മോട്ടോഴ്സ് എടുക്കുമ്പോൾ ട്രാക്ഷൻ മോട്ടോഴ്സിൽ DC ആൻഡ് AC മോട്ടോഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇതിൽ DC മെഷീൻസ്, അതായത് എന്തായാലും ഒരു ഇലക്ട്രിക്കൽ എക്സാമിന് മെഷീൻസ് ഇല്ലാത്തൊരു എക്സാം ഉണ്ടാവില്ല അല്ലേ, അറിയാലോ. AC മെഷീൻസും പഠിക്കണം നമ്മൾ, അതുപോലെ തന്നെ DC മെഷീൻസ് നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ബേസിക്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ലോ, നമ്മൾ ഫാരഡേസ് ലോ, അതിൻ്റെ EMF ഓഫ് ജനറേഷൻ ഓഫ് റൊട്ടേറ്റിംഗ് മെഷീൻ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ആർമേച്ചർ റിയാക്ഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾ, മോട്ടർ എടുക്കുകയാണെങ്കിൽ മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ക്ലാസ് ടൈപ്സ് അല്ലേ, ഓരോന്നിൻ്റെ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ എഫിഷ്യൻസി, പവർ ലോസ്, എല്ലാ കാര്യങ്ങളും മെഷീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ DC മെഷീൻസിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അതുപോലെ മോട്ടോർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് EMF, വോൾട്ടേജ് ഇക്വേഷൻസ് വരുന്നുണ്ട്, ടോർക്ക് ഇക്വേഷൻസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ടോപ്പിക്കും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതായത് DC മെഷീൻ എടുത്തു കഴിഞ്ഞാൽ DC ജനറേറ്റർ ആയിക്കോട്ടെ, DC മോട്ടോർ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്തിട്ട് നന്നായി പഠിച്ചു പോകണം. അറിയുന്ന കാര്യമാണ് എല്ലാം. അതായത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചോളം എല്ലാ എക്സാമുകൾക്കും എന്ത് വരാറുണ്ട്, നമ്മുടെ മെഷീൻസ് വരാറുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതാണ്. എല്ലാ ഒരു പോയിന്റ് പോലും വിടാതെ ടോപ്പിക്കിൽ സിലബസിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക. അതുപോലെ ടെസ്റ്റിംഗ് ഓഫ് DC മോട്ടോർ വരുന്നുണ്ട്, ലോസസ് ഓഫ് DC മെഷീൻസ് എങ്ങനെയാണ്, അതിൻ്റെ എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത്, ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും, അതായത് ഒരു പോയിന്റ് പോലും വിടാതെ ആ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ച് തന്നെ പോകണം, ഒന്നും വിടാനില്ല അല്ലേ. എല്ലാ കാര്യങ്ങളും എഫിഷ്യൻസി, അതുപോലെ എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന ടെസ്റ്റുകൾ, ലോസസ് ഏതൊക്കെയാണ്, മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ ആയിക്കോട്ടെ, ബാക്ക് EMF ടൈപ്സ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടേഴ്സ്, അതുപോലെ സ്റ്റാർട്ടേഴ്സിൻ്റെ നെസസിറ്റി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നന്നായി ആ ഒരു പോർഷൻസ് പഠിച്ച് പോവുക കേട്ടോ. പിന്നെ വരുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സസ്, നമ്മൾ ജനറേഷൻ അല്ലേ, ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ആ ഒരു ഏരിയയിൽ വരുന്നതാണ്. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്താണ്, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ വോൾട്ടാലിക് എഫക്റ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സോളാർ എനർജി, വിൻഡ് എനർജിയുടെ ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ കൺസ്ട്രക്ഷനും ടർബൈൻ, അതിൻ്റെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് ഓഷ്യൻ എനർജി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. വിൻഡ് എനർജി, സോളാർ എനർജി, അതുപോലെ ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ എങ്ങനെയാണ്, ആ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാമും അതിൻ്റെ സാഗ്, അതുപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾസ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ട്രാൻസ്മിഷൻ ലൈൻ, എർത്തിങ്, അതുപോലെ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് നമ്മളുടെ AC മെഷീൻസും ട്രാൻസ്ഫോമർ, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് AC മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണസ് ജനറേറ്റർ, അതുപോലെ
ട്രാൻസ്ഫോമേഴ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതൊക്കെ മെഷർ ചെയ്യുന്നത് നമുക്കറിയാലോ, മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്കാണ്. പക്ഷേ എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നിന്ന് പഠിച്ചു പോകണം. കാരണം കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ട് വന്നിട്ടുള്ളത്. അത് നോക്കി AC മെഷീൻസും ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ എന്താണ് സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാരലൽ ഓപ്പറേഷൻ ഓഫ് ഓൾട്ടർനേറ്റർ, വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻസ് വന്നിട്ടുണ്ട്, സിങ്ക്രണസ് മോട്ടർ, അതുപോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, FHP മോട്ടേഴ്സ് അല്ലേ, അതൊക്കെ കുറേ അതിൻ്റെ അകത്തും കുറേ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതൊക്കെ പഠിക്കുക. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്സ് ആണ് നടക്കുന്നത്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ, അതായത് AC മെഷീൻസ് നന്നായി പഠിക്കുക. AC മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതായത് മെഷർമെൻറ്റ് ഓഫ് പവർ ആൻഡ് എനർജി, മെഷർമെൻറ്റ് ഓഫ് RLC സർക്യൂട്ട്, പിന്നെ കൊമേഴ്ഷ്യൽ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് CROയും ട്രാൻസ്ഡ്യൂസേഴ്സ് പോലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ. അടുത്തത് എന്താണ്, നമ്മളുടെ പാർട്ട് 2 വരുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സിൽ വരുന്നത് നമ്മുടെ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ, അതിൻ്റെ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലേ. തിയറം കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ AC ത്രൂ റെസിസ്റ്റർ, നമ്മളിത് AC ഫണ്ടമെൻ്റലിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ കൂടി ഇവിടെയും എന്ത് പറയുന്നുണ്ട്, AC ത്രൂ റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ, അതിൻ്റെ Q ഫാക്ടർ കോയിൽ, നമ്മൾ AC ഫണ്ടമെൻ്റൽ ഇതിന് മുകളിൽ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈസിയാണ് അല്ലേ. അതായത് RLC, റെസണൻസ് ഇൻ RLC ആൻഡ് സീരീസ് പാരലൽ സർക്യൂട്ട്, അതുപോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇമ്പിഡൻസ്, സെമി കണ്ടക്ടർ മെറ്റീരിയൽ, അതിൻ്റെ ഡിവൈസും അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ, അതുപോലെ കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്താണ്, എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഡയോഡ്, റെക്ടിഫയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, UJT, FET, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ട്രാൻസിസ്റ്ററും ആംപ്ലിഫയർ മെത്തേഡ്, അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഓപ്പാംസ്, പിന്നെ നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ബൂളിയൻ ആൾജിബ്ര, ഇൻട്രൊഡക്ഷൻ ഓഫ് ലോജിക്കൽ തിയറി, ഫംഗ്ഷൻ ആൻഡ് ഓർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേറ്റുകൾ നമ്മൾ പഠിക്കും. അതുപോലെ സീക്വൻഷ്യൽ ലോജിക്കൽ സർക്യൂട്ട്, അതായത് ബേസിക് ഇലക്ട്രോണിക്സിൽ എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഈ ഒരു കേസിൽ വരുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരുന്നുണ്ട്, അതായത് മോഡുലേഷൻ, AM, FM, PM, റേഡിയോ ട്രാൻസ്മിറ്റർ, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ, ആൻറ്റിനാസ്, റേഡിയോ റിസീവേഴ്സ് എന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക്സുകാർക്ക് അറിയാവുന്ന കുറേ ടോപ്പിക്കുകൾ നമുക്ക് അറിയുന്നതാണ്, ഇലക്ട്രിക്കലുകാർക്കും നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ. മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ നോക്കണം. പിന്നെ നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് കൂടാതെ ഇതിനകത്ത് മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ വരുന്നത്. നമ്മൾ പവർ ഇലക്ട്രോണിക്സ് മാത്രം പഠിച്ചു പോയാൽ പോരാ. അതായത് പവർ കൺട്രോളിംഗ് ഡിവൈസ്, കൺവേർട്ടേഴ്സ്, ഇൻവേർട്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കും അല്ലേ. PLC, വോൾട്ടേജ് റെഗുലേഷൻ ഒക്കെ നമ്മൾ പഠിക്കും. അത് പക്ഷേ കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രൊസസ്സറും മൈക്രോ കൺട്രോളറും നോക്കണം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, കാര്യങ്ങളും പ്രോഗ്രാമുകളൊക്കെ നോക്കി പോകേണ്ടതാണ്. പിന്നെ വർക്കിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഫംഗ്ഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫ്ലോ ചാർട്ടും ഡയഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ കുറച്ച് അതായത് കൂടുതലും എന്താണ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അതായത് മെഷീൻസ് പഠിക്കണം, ഇലക്ട്രിക്കലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ പഠിക്കണം. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നന്നായി പഠിച്ചു പോവുക. ഏകദേശം എന്നാലും ഇത് പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ടോപ്പിക്സ് ഒക്കെ ഇതിനകത്ത് വരാം. നമുക്ക് വരുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് നോക്കുമ്പോൾ കുറേയൊക്കെ എന്താണ് നമുക്ക് എങ്ങനെ പോയാലും മെഷീൻസും അതുപോലെ പവർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും ബേസിക് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. ഇപ്പം തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും. കാരണം എന്താ, നമുക്കൊരു 8 month ഗ്യാപ്പ് അത്രയല്ലേ ഉള്ളൂ വരുന്നത്. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, നന്നായി പഠിച്ചു പോകണം അല്ലേ. ലാസ്റ്റ് ടൈമിലേക്ക് വെക്കാതെ ഇപ്പം തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.